സ്തോത്രം. പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷൻ, ലാസ്റ്റ് പാർട്ടാണ്. നമ്മളെന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? സ്വർഗത്തിൽ പോകാനാണ്. നമ്മളെന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? കർത്താവിൻ്റെ രാജ്യത്ത് ചെല്ലാനാ. നമ്മളെന്തിനാണ് സ്ഥാനപ്പെട്ടത്? നമ്മളെന്തിനാണ് പരിശുദ്ധാംശം പ്രാപിച്ചത്? നമ്മളെന്തിനാണ് ദൈവവേദനായി മാറിയത്? എന്തിനാണ് നമ്മൾ വേർപാട് അനുഷ്ഠിച്ചത്? ഒരു വലിയ പ്രസ്ഥാനത്തിൽ നിന്നാളല്ലേ CSAക്കാരൻ, പള്ളിക്കാരും പട്ടക്കാരും അച്ഛന്മാരും. എൻ്റെ അനിയൻ്റെ ഭാര്യ പറയും, എറണാകുളത്തെ ഏറ്റവും വലിയ കാശുകാരാണ് ഞങ്ങൾ. ശരിയാ, എങ്ങോട്ടായി പോണേ? അത് ചോദിക്കുമ്പോൾ നെറ്റി ചുളിയും. ഇല്ല, അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഞങ്ങൾ പോയിട്ടേ നിങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആയിക്കോ, നമുക്ക് ആ തടസ്സമൊന്നുമില്ല. പക്ഷെ ഞാൻ പോകാൻ വേണ്ടി ഇവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുക. കാരണം ഇടുക്കുവാതിലാണ്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. എന്നെ തന്നെ സൂക്ഷിക്കണം, എന്നെ തന്നെ കാത്തുകൊള്ളണം, എന്നെ തന്നെ വെടിപ്പാക്കണം, എന്നെ തന്നെ നിർമ്മലമാക്കണം, എന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. അതാണ് നമ്മൾ ഓരോ ആഴ്ചയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സഭായോഗങ്ങളും ഓരോ കൂടിവരവുകളും ഓരോ മീറ്റിങ്ങുകളും നമ്മെ തന്നെ കണ്ട് ശുദ്ധീകരിക്കുന്നതായി തീരണം പ്രിയമുള്ളവരെ, അല്ലാതെ ഗുണമില്ല. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചോട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയി. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വായിക്കണമെന്ന് വായിച്ച ഈ കഷ്ടതയെക്കുറിച്ച് വേറൊരു നിലയിലുള്ളൊരു പഠനം ഇന്ന് പൽക്കാലം കർത്താവ് നമുക്ക് തരിക. വായിച്ചാട്ടെ. 1 പത്രോസ് 4:12 മുതൽ 19 വരെയുള്ള വായിച്ചാട്ടെ. വാസമ്മ, സ്വത്രം സ്വത്രം. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, സ്തോത്രം. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഈ ഭാഗം വായിപ്പിച്ചത്? കഷ്ടതയെക്കുറിച്ച് പത്രോസ് പഠിപ്പിക്കുന്ന ഒരു ശക്തമായ ഒരു വേറിട്ടൊരു പഠനം. ഇവിടെ പത്രോസ് പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്ന. ഇപ്പം നിങ്ങൾ കത്തോലിക്ക ബന്ധം രക്ഷിക്കപ്പെട്ടു വന്നു, നിങ്ങളുടെ അച്ഛനും അമ്മയും അവരെല്ലാം നശിച്ചു, സൗരം പോയി, അവൻ പോയി. പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാണുന്നവർ അതും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് എനിക്ക് നല്ല സമ്പത്തി കിട്ടുന്നില്ല, രക്ഷിക്കപ്പെട്ട് അങ്ങനെയില്ല ഇങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആവലാതിയാണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. എന്നാൽ ചിലർ അങ്ങനെയല്ല കഷ്ടം സഹിക്കുന്നത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായി കഷ്ടം സഹിക്കുക. എനിക്കറിയാം, ഒരു സഹോദരൻ വേറൊരാളുടെ നിന്ന് കുറച്ച് കാശ് മേടിച്ചു. ഈ സഹോദരൻ വേറൊരു കൂട്ടു സഹോദരൻ്റെ കഷ്ടതയിൽ കൊണ്ടും സഹായിച്ചു കഴിഞ്ഞപ്പോൾ 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഈ കാശ് കൊടുത്ത സഹോദരൻ ചോദിച്ചു, ആ കാശ് കിട്ടാൻ നേരമായോ? അത് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഇപ്പോൾ ഈ കാശൊന്നും തരാനില്ല. അയ്യോ പ്രശ്നമായി, നിന്നെ കോടതി കയറ്റുമെന്നായി. അപ്പം ഈ സഹോദരൻ കോടതി കയറേണ്ട ഒരു കാര്യമില്ല. കാരണം സഹോദരൻ ഉപയോഗിച്ച് വേറൊരാൾക്ക് കൊടുത്തതാ, അയാൾ അതുകൊണ്ട് മുങ്ങിയതാ. പരകാര്യത്തിൽ ഇടപെടുന്നവരായി കട്ടസി. എന്നോട് ആരെങ്കിലും ഒരാൾ കാശ് ചോദിച്ചാൽ അല്ലാണ്ടോ സഹോദരം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എൻ്റെ കാശൊന്നുമില്ല. കടം മേടിച്ച് ഞാൻ കൊടുക്കാൻ നിൽക്കരുത്, കാരണം ഇവൻ തരത്തില്ല. കടം മേടിച്ച് കൊടുത്ത് ഈ മേടിക്കുന്നവർക്ക് ഉത്തരവാദിത്തം കാണത്തില്ല. ചിലപ്പോൾ അവരതുകൊണ്ട് മുങ്ങിയാൽ ഞാൻ കൊടുക്കണോ? അത് എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അവനക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവൻ എന്നെ ആളെ വിട്ട് തല്ലും. അങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും തല്ലും കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒന്ന് പറയും, പാർശ്വ പ്രാർത്ഥിക്കണം, എന്തിനാ എന്നെ അടുത്ത് കൊല്ലാൻ പോകും? എന്തിനാ കാശ് ഇങ്ങനെ വിടും? എന്തിനാരും കാശ് വേറൊരാളെ ഇത് വിടും? അത് ശരി, അപ്പം നീ 2 അടി കൊള്ളു, അതാ നല്ലത്. സ്വത്രം. അപ്പം അത് ശരിയല്ല. പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ട് കഷ്ടം സഹിക്കുക, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നവനായി കഷ്ടം സഹിക്കുക. ഒരു ചർച്ചിലൊരു പാസ്റ്റർ ആഭരണം ഇട്ടുകൊണ്ടിരുന്ന് വന്ന ഒരു അമ്മാമ്മയുടെ സ്വർണം 5 പവൻ മേടിച്ച് പണയം വെച്ച് പാസ്റ്റർ എന്തോ ആവശ്യം നേടി.
എടുത്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പാസ്റ്റർ കഷ്ടത്തിലായി. ഭർത്താവ് ആഭരണം ചോദിച്ചു. വലിയ ബുദ്ധിമുട്ടായി. സഭ കലങ്ങി, പ്രശ്നങ്ങളായി. അതാരുണ്ടാക്കുന്ന കഷ്ടപ്പാടാ? പാസ്റ്റർ ഉണ്ടാക്കിയ കഷ്ടപ്പാട്. നേരത്തെ പറഞ്ഞ വിശ്വാസികളാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതവരുണ്ടാക്കുന്ന അതൊന്നും പാടില്ല. ഇന്ത്യയിലോട്ടേ കൊടുക്കുകയില്ലേ ഉണ്ടായിരിക്കുക. മറ്റൊരുത്തിനോട് ജാമ്യം നിൽക്കരുത്. ഒരാൾക്ക് വേണ്ടി ഒരാൾ ജാമ്യം നിൽക്കാൻ പാടില്ല. എനിക്കറിയാം, ഞാനൊരു കുടുംബത്തിന് വേണ്ടി ജാമ്യം നിന്നു. എൻ്റെ പഴയ വീടും പറമ്പും ജാമ്യം നിർത്തിയിട്ടുണ്ടല്ലോ. അവർ വർഷങ്ങളോളം കൊടുത്തില്ല കാശ്. ഞാൻ അവസാനം അവരോട് രൂക്ഷമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അവരുടെ കൂട്ടു സഹോദരങ്ങൾ ഒത്തിരി പേര്, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ട് അവരാരും നിൽക്കാതെ എൻ്റെ ആ 2.5 സെൻറ്റ് സ്ഥലവും വീടും കൂടി ജാമ്യം നിന്ന് കാശെടുത്ത് കൊച്ച് പഠിച്ച് ഗൾഫ് നാട്ടിൽ പോയി ജോലി നേടി ട്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അറിയോ, തിരിഞ്ഞു നോക്കാറില്ല. ഒരു ഫോൺ കോൾ വിളിച്ചിട്ടില്ല ഇതുവരെ. ആരുടെ വസ്തുവ വിറ്റതല്ല, ബാങ്കിൽ ഈട് കൊടുത്തത് എൻ്റെതാ. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഒരാളുടെ കഷ്ടപ്പാട് നമ്മൾ സഹായിക്കാമെന്ന് പറയുക. സഹായിക്കുക, പ്രാർത്ഥിച്ച് സഹായിക്കുക, കയ്യിലുണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കുക, കടം പേടിച്ച് കൊടുക്കാതെ. അതാ ഇവിടെ പത്രോസ് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അതിശയ അപൂർവ കാര്യം വന്നുകൂടിയെന്ന് വെച്ചാൽ അതിശയിച്ച് പോകരുത്. ഈ അപൂർവ കാര്യം എന്നുള്ളത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കൊന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സുവിശേഷ വേലക്കാരെ രക്തസാക്ഷികളാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി ലേഖനത്തിൻ്റെ രചന. ഒരു അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ സഭയിലെ ശുശ്രൂഷകന്മാരെ കൊല്ലുന്ന സ്വത്രം സുവിശേഷ വിരോധികൾ. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ പോലും അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അത് കർത്താവിന് നിമിത്തമുള്ള കഷ്ടതയാണ്. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൽ ഉല്ലസിച്ച് നിൽപ്പാൻ ഇടവരും. അപ്പോൾ കർത്താവിൽ പ്രതിയുള്ള കഷ്ടത നിങ്ങൾ അനുഭവിച്ചാൽ തേജസ്സിൻ്റെ ശരീരം കിട്ടുമ്പോൾ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. 14-ാം വാക്യം, യേശുവിൻ്റെ നാമം ഹേതുവായി നിങ്ങൾ നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ദൈവാത്മാവ് ഉള്ളിലുള്ളവന് കഷ്ടത അനുഭവിച്ച പ്രയാസമില്ല, ദുഃഖമില്ല. കാരണം അവൻ്റെ കഷ്ടത മാറ്റിയ ഒരു കർത്താവുണ്ട്. കഷ്ടത മാറ്റിയതൊരു കർത്താവുണ്ടെന്നുള്ള പ്രത്യാശ അവനുണ്ട്. കഷ്ടതയില്ലാത്ത പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ ചെന്നെത്താമെന്നുള്ളൊരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് അവൻ കഷ്ടത്തിൻ്റെ നടുവിലും സന്തോഷിക്കുന്നത്. 1 കൊരിന്ത്യർ 5 നമ്മൾ പഠിച്ചല്ലോ. ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഇവിടെ ക്രിസ്തു നിമിത്തമുണ്ടായ കഷ്ടത, ആ കഷ്ടത അതിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിപ്പാനുള്ളവരും. ക്രിസ്തുവിൻ്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ, പീഡ അനുഭവിക്കേണ്ടി വന്നാൽ, വീട് നഷ്ടപ്പെട്ടാൽ, ഉടയവർ നഷ്ടമായാൽ, ജീവൻ തന്നെ പോയാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നവർ. ഇനി 15-ാം വാക്യമാണ് ഇച്ചിരി കുഴഞ്ഞ വാക്യം. 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 4:15. ആമേൻ. വല്ലവൻ്റെയും കാര്യത്തിൽ ഇടപെടുന്നതായിട്ടല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. ഈ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് മത്തായി എന്ന് പേരും പറഞ്ഞ് 10 വഴി നടക്കുന്ന ക്രിസ്ത്യാനിയോടല്ല ഈ പറയുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ. പെന്തക്കോസ്തുകാരനെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവമക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ ദൈവമക്കളൊന്നും ക്രിസ്ത്യാനികളുമല്ല, അവർ ദൈവത്തിൻ്റെ മക്കളുമല്ല. അവരൊക്കെ പാരമ്പര്യ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ എഴുതി തള്ളിയിരിക്കുക. കത്തോലിക്ക സഭ, പെന്തക്കോസ്ത് സഭ, ഇങ്ങനെ ഓരോ സഭകൾ. ഇതിൻ്റെ ഇടയിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. ഈ വിളിച്ചവരിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. 5000 പോലീസുകാരെ റിക്രൂട്ട് ചെയ്യുന്നെന്നും പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് വന്നാൽ 50 ലക്ഷം ആൾക്കാർ ഒരു പക്ഷേ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, ഇല്ലേ? ഓരോരുത്തരെ 30, 40, 50, 100 രൂപയുടെയൊക്കെ ഫോമും മേടിച്ച് വയ്ക്കുമ്പോൾ അവർ അങ്ങനെയും കുറേ കാശുണ്ടാക്കും.
അതൊക്കെ ഇപ്പോഴത്തെ തട്ടിപ്പിളിപ്പെട്ടതാ. ഇഷ്ടം പോലെ കാശ് കിട്ടും അങ്ങനെ. എന്നിട്ട് ഈ 50 ലക്ഷം പേരിൽ നിന്ന് 5000 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം. ഈ തിരഞ്ഞെടുക്കുന്നവരെല്ലാവരും ഇതിന് ഫിറ്റ്നസ് ആവണമെന്നില്ല. അവരുടെ ശാരീരിക ക്ഷമത, അവരുടെ വെയിറ്റ്, അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അവരുടെ ഹൈറ്റ്, വെയിറ്റ്, എല്ലാ കാര്യങ്ങളും, നെഞ്ചളവ്, ഇതൊക്കെ അവർ നോക്കും. വിളിച്ചവരെ എല്ലാം 50,000 പേരെ വിളിച്ചു കൂട്ടി ഇൻ്റർവ്യൂ നടത്തിയിട്ട് അതിൽ 5000 പേരെ തിരഞ്ഞെടുക്കും, ബാക്കിയുള്ളവരെല്ലാം പോകും. അതുപോലെ ഈ വിശ്വാസകോളത്തിൽ ഇത് തന്നെയാണ്. പലരെയും കർത്താവ് വിളിച്ചു, അതിൽ നിന്നൊരു സെലക്ഷനുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആരെയാ തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോടും സ്നേഹവും കൂട്ടിക്കൊള്ളണം. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരത്തോട് സ്നേഹവും കൂട്ടിക്കൊണ്ടിരിക്കണം. മരണം വരെയും കൂട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആ 7 ആത്മീയ അനുഭവങ്ങളെ കൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. ഇതൊക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വചനത്തിൻ്റെ ശക്തമായ വെളിപ്പാടുകളാണ്. പിതാക്കന്മാർ വെളിപ്പെടുത്തി തന്ന വചനങ്ങളാണിത്. അവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ക്ലാസ്സുകളെടുത്ത് ഒത്തിരി പേരുണ്ട്. എനിക്ക് ആ ക്ലാസ്സിൽ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ അന്ന് മുതൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വചന വെളിപ്പാടുകൾ കർത്താവ് തന്നത്. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നത് 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളാണ് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നത്. 7 ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുകയും അത് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പറ്റത്തില്ല. വിളിച്ചു എന്നുള്ളത് ശരിയാ, സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേര് കാണത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയാതിരിക്കുന്ന വിശ്വാസികളെ ഓർത്ത് കരയാന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ ആ വേഗത്തിൽ സ്തോത്രം ഇവിടെ നിർത്താൻ താല്പര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നത് എങ്ങനെയായിരിക്കണം? നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ, 1 പത്രോസ് 4:15, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പിന്നെ എങ്ങനെ? പരകാര്യത്തിൽ ഇടപെടുന്നവരും ആയിട്ടുമല്ല കഷ്ടം സഹിക്കേണ്ടത്. അപ്പോൾ കൊലപാതകൻ, കള്ളൻ, ദുഷ്പ്രവൃത്തിക്കാരൻ, പിന്നെ പരകാര്യത്തിൽ ഇടപെടുന്നവൻ, 4 ഗ്രൂപ്പ്. ആ അനുഭവത്തിലല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. പത്രോസ് പറയുന്ന ഉപദേശം ശ്രദ്ധിക്കുക. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ അനുഭവിക്കുന്ന കഷ്ടത, അതാ വിഷയം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. അപ്പം ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കത്തി കൊണ്ട് കൊല്ലുന്നതാണോ കൊലപാതകം? വാക്കുകൊണ്ട്. സഹോദരനെ പായിക്കുന്നവൻ കൊലപാതകൻ. എത്ര പേരെ നമ്മൾ പായിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേരെ പായിക്കുന്നുണ്ട് സഹോദര? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൂട്ടായ്മ ഇല്ലെന്ന് വെച്ച് സാരമില്ല, പകയ്ക്കാൻ പാടില്ല. പക നമ്മുടെ ഉള്ളിൽ പാടില്ല. കൂട്ടായ്മ ഇല്ലെന്ന് വെച്ച് കുഴപ്പമില്ല, പകയ്ക്കാൻ പാടില്ല. കാരണം അവനൊരു സഹോദരനാണ്, അവന് വിളിക്കനുസരിച്ച് അവൻ പോകട്ടെ. ഇപ്പം എൻ്റെ കൂടെ വന്നൊരു സഹോദരൻ പ്രയാസം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറയും, എൻ്റെ സഹോദരൻ നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയി ശുശ്രൂഷിച്ചു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിന്നെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താ കാര്യം? എനിക്ക് നിയോഗമില്ല. സ്വതന്ത്രമായിട്ട്, കാരണം പുള്ളിക്കെല്ലാം അറിയാം. എവറിത്തിങ് ഈസ് നോയിങ്. എല്ലാം അറിയാവുന്ന ഒരാളാണ്. എല്ലാം അറിയുന്ന ആളെന്തിനാണ് നമ്മളോട് നിൽക്കുന്നത്? നമ്മുടെ കൂടെ നിൽക്കുന്ന പഠിക്കാൻ നിൽക്കുന്നവരാ. കർത്താവിൻ്റെ കൃപയാൽ ചെറിയ തോതിലെങ്കിലും ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. വലിയ വലിയ സ്കോളേഴ്സ് ഒന്നും പഠിപ്പിക്കുന്ന പോലെ ഒന്നും പഠിപ്പിക്കാൻ എന്നെ കൊണ്ടറിയത്തില്ല. വലിയ വലിയ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പോലെ ഒന്നും പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല. അത്യാവശ്യം അക്കരെ പോകാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് പോകാം, സ്വത്രം. കാരണം ചിലരെ ഒന്നും നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല, ആയുസ് വരെ. അതുകൊണ്ട് വിടേണ്ടവരെ പറഞ്ഞു വിടുക, പുറത്താക്കേണ്ടവരെ പുറത്താക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
കൊലപാതകമോ കള്ളനോ എന്ന് പറഞ്ഞാൽ ആരാ? ഈ കള്ളൻ ആരാണെന്നറിയാമോ? നിങ്ങൾക്കറിയത്തില്ല കള്ളൻ, ഞാൻ പറഞ്ഞുതരാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യമവനിലില്ല. അപ്പം നിങ്ങളിൽ കൊലപാതകനോ, സഹോദരനെ പഴിക്കുന്ന കൊലപാതകനോ, വചനമനുസരിക്കാത്ത കള്ളനോ, ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല. ദുഷ്പ്രവൃത്തിക്കാരൻ, ദൈവവചനത്തിൻ്റെ പ്രവൃത്തികൾ, വ്യവസ്ഥകൾ വിട്ടുപോകുന്നവരെല്ലാം ദുഷ്പ്രവൃത്തിക്കാരാ. ഇപ്പോൾ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയെന്ന് പറയുമ്പോൾ ചാനലുകാരെ വിളിച്ച് ഫോട്ടോ എടുത്തിട്ട് സൈക്കിൾ കൊടുത്താൽ അതൊരു ദുഷ്പ്രവൃത്തിയാ. കർത്താവ് പറഞ്ഞതിൻ്റെ വ്യവസ്ഥ തെറ്റിക്കുക ചെയ്തത്. ഇന്ന് കർത്താവ് പറഞ്ഞ വ്യവസ്ഥ തെറ്റിക്കുന്നവർക്കാണ് നമ്മൾ സ്വോത്രാഴ്ചയും ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപകടമാണ്. ഞാനീ പറയുമ്പോൾ ആൾക്കാർക്ക് പറയും പാസ്റ്ററിന് ഇതൊന്നും, പാസ്റ്റർ സഭ കലക്കാൻ നടക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോൾ പ്രശ്നമുണ്ടായി. ഒരു കൂട്ടർ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലും ഒരു കൂട്ടർ വഴക്കാളികളുമായിട്ട് മാറി. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ തരമില്ല. അങ്ങനെയാണ് എൻ്റെ പോക്ക്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൊലപാതകനോ ദുഷ്പ്രവൃത്തിക്കാരനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരകാര്യത്തിൽ ഇടപെടുന്നതുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ, കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതിൽ, വീട്ടിലോ നാട്ടിലോ കൂട്ടിലോ എവിടെ കഷ്ടം അനുഭവിച്ചാലും എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രയേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ന്യായവിധി ദൈവഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അറിയാമോ? യഹൂദന്മാരെയാണ് കാണിക്കുന്നത്. ദൈവഗ്രഹം യഹൂദന്മാരെയാണ് ന്യായവിധി. അവർക്ക് വേണ്ടി ന്യായം വിധിക്കാൻ പോകുക. ഇത് ക്രിസ്തുവിൻ്റെ കയ്യിലിട്ട് അവരെ അടിച്ച് പൊളിക്കാൻ പോവുക ദൈവം. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി, അതിനുള്ള സമയമായി. ഇസ്രയേലിനെതിരെ യേശുക്രിസ്തുവിനെ മശിഹയെ തള്ളിക്കളഞ്ഞ ഇസ്രയേലിൻ്റെ സന്തതി പരമ്പരകളായ ഇന്ന് കാണുന്ന യഹൂദ ജാതിയെ ദൈവം പീഡിപ്പിക്കാൻ യേശുക്രിസ്തുവിൻ്റെ കയ്യിലോട്ട് ഇട്ടുകൊടുക്കാൻ സമയമായി. അതിനു മുൻപ് സഭയെ ഇവിടെ നിന്ന് കർത്താവ് കൊണ്ടുപോകും. തൊഴിഞ്ഞു പോകുന്ന ബന്ധക്കോസുകാരും ഈ യഹൂദന്മാരെ പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വരും. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാകഷ്ടം അന്നുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞു. മഹാകഷ്ടം, ലോകാരംഭം മുതൽ ഉണ്ടാകാത്ത കഷ്ടം. എന്താണ് ആ കഷ്ടം? എടുത്തൊന്ന് വായിക്കാം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഭയങ്കര പഠനങ്ങളാണതൊക്കെ. നമ്മളിതൊക്കെ മനസ്സിലാക്കി, ചിലത് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എപ്പോഴും പറഞ്ഞ് ആൾക്കാരുടെ തലയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. വെളിപ്പാട് 9-ന്റെ 6-ാം വാക്യം. 9-ന്റെ 6, 6-ന്റെ 9 അല്ല, 9-ന്റെ 6 ഒന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ പീഡാകാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും. നല്ല നല്ല ആഹാരം തിന്നാൻ കൊതിക്കുന്ന പോലെ മരണത്തിന് വേണ്ടി കൊതിക്കും, മരണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കും. എവിടെയെങ്കിലും പോയി ഇത് ചാകാൻ പറ്റുമെന്ന്. സത്യവേദ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ കാലത്തുള്ള പീഡയുടെ കാലങ്ങളാണ് ഇവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. വേറൊന്നുകൂടി വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15, 16, 17 വാക്യം കൂടി വായിച്ചാട്ടെ. വെളിപ്പാട് 6-ന്റെ ആമേൻ ഉണ്ടായി. ആമേൻ ആമേൻ. അടുത്ത ആമേൻ. സഹസ്രാധിപന്മാരും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിൽ രാജാക്കന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്, സഹസ്രാധിപന്മാരുണ്ട്, ധനവാന്മാരുണ്ട്, ബലവാന്മാരുണ്ട്, സകലദാസന്മാരുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്.
അവരെല്ലാവരും ഗുഹകളിലും മലപ്പാറകളിൽ പാറ എന്ന ഒരു മലയുടെ അത്രയും വലിപ്പമുള്ള പാറ, മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വന്നു വീഴുവീൻ. 9-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിച്ചത്? മരണം കൊതിക്കും, മരണം അന്വേഷിക്കും. ഇത് അതിവിദൂര ഭാവിയിൽ അധികം താമസമില്ലാതെ നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പാർക്കുന്ന ഭൂമി നടക്കാൻ പോകുന്ന കാര്യമായി പറയുന്നത്. സ്വർഗത്ത് നടക്കുന്ന കാര്യമല്ല, ഈ ഭൂമി നടക്കാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് സഭ എടുത്തു കഴിഞ്ഞാൽ യെദുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഇവിടെ നടക്കും. യെദുക്രിസ്തുവിൻ്റെ ഭരണം കർത്താവിൻ്റെ വരവിന് മുൻപ് ഇവിടെ നടക്കുമെന്ന് പറയുന്നവരുണ്ട്. ഞാനതിനോട് ഒട്ടു യോജിക്കുന്നില്ല. കാരണം സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ കന്യക അല്ലെങ്കിൽ മണവാട്ടി, സഭ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നല്ലോ. സഭ ദൈവത്തിൻ്റെ മന്ദിരം, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ കന്യക മണവാട്ടി. ഇത് ആഴത്തിലുള്ള ബന്ധമാണ് സഭയ്ക്കുള്ളത് കർത്താവുമായിട്ട്. അങ്ങനെയുള്ളവരെ യെദുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൻ്റെ കീഴിൽ യെദുക്രിസ്തുവിൻ്റെ ഘോര പീഡകൾക്ക് അവർ വിധേയരാകുമെന്ന് പഠിപ്പിക്കുന്നത് വചന വിരുദ്ധമാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു അച്ചായൻ ഞാനുമായിട്ട് പിണങ്ങിപ്പോയി. ഇഷ്ടം പോലെ കാശ് തരാമെന്ന് പറഞ്ഞു. അച്ചായൻ്റെ കാശ് അച്ചായനോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട. ആ കാശൊക്കെ മേടിച്ചിട്ട് ഞാൻ നയിച്ചു പോകാനല്ലേ. ഇവിടെ പല ബന്ധക്കോസുകാരും അവരുടെ കൂടെ പോയി കൂട്ടായ്മയൊക്കെ ആചരിച്ചു. പലരും വിട്ടു പോന്നു. ചിലരൊക്കെ അള്ളിപ്പിടിച്ച് കിടപ്പുണ്ട്, കാരണം കാശ് കിട്ടും. കാശ് കൊടുത്ത് പ്രലോഭിപ്പിക്കുന്ന ആത്മീയതയല്ല. അങ്ങനെ പല അബദ്ധങ്ങളും നമുക്ക് പറ്റിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ, അല്ലേ? പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവിടെ ഗതി എന്താകും? മലകളെ പാറകളെ ഞങ്ങളെ വന്ന് മൂടുവിൻ, മരണത്തെ കൊതിക്കും, മരണത്തെ അന്വേഷിക്കുമെന്ന് സ്തോത്രം. ഇസ്രായേൽ ഗൃഹം നിലവിളിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് പ്രമാണം അനുസരിക്കാതെ ജീവിച്ച് വ്യവസ്ഥ പാലിക്കാതെ ജീവിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ പുറംകാല കൊണ്ട് തട്ടിക്കളയുന്ന പ്രിയപ്പെട്ടവർ എവിടെ പോയി വീഴും? യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണത്തിൽ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച ഭയങ്കരമാണ്. ഒരു ദയവില്ലാത്തൊരു മനുഷ്യനായിട്ട് ഈ യേശുക്രിസ്തു തീരുന്നൊരു സമയമുണ്ട്. പിശാചിൻ്റെ ഘോരമായ അഭിഷേകം അവൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ അവനൊരു പിശാചായി മാറും. സ്വതന്ത്രം. സാത്താൻ്റെ തനി രൂപം നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ, നമുക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ന് പലർക്കും സാത്താനുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അവരുമായിട്ട് സഖ്യത, അവരുമായിട്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. അവരെ ക്ഷണിച്ചാണ് കൺവെൻഷനും മീറ്റിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തുന്നവർ നടത്തട്ടെ. ഇവരെല്ലാവരും കൂടി നന്നാക്കാൻ നമുക്കൊന്നും പറ്റത്തില്ല. വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങളെനിക്ക് മക്കളും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. അപ്പോൾ ഈ അശുദ്ധമായത് തൊടുകയും അശുദ്ധമായ ഉപദേശങ്ങൾ, ദുരുപദേശം, അന്യതാ ഉപദേശത്തിൻ്റെ പുറകെ പോയാൽ ദൈവമായിട്ട് നമുക്ക് ബന്ധമില്ല. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അധോഗതിയാവും. അല്ലാന്താ? നീതിമാൻ പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി. അപ്പം നീതിമാൻ രക്ഷപ്പെടുന്നെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്തായിരിക്കും? ഭയങ്കരമായിരിക്കും സഹോദരങ്ങളെ. അത് വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഭീകരമായിരിക്കും, ഭീവത്സമായിരിക്കും. യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഭീകരമായിരിക്കും, ഭീവത്സമായിരിക്കും, ഭയാനുകമായിരിക്കും. എൻ്റെ ഈ എളിയ സന്ദേശം കേൾക്കുന്ന ആരും അതിൻ്റെ ഇടയിൽ പെട്ടുപോകരുതെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. അത് 1 പത്രോസ് 4 അവസാന ഭാഗമാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹല്ലേലൂയ, സ്തോത്രം. 24 വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിലൂടെ പാപങ്ങളെ ചൊന്നുകൊണ്ട് ക്രൂശിന്മേൽ എൻ്റെ അടിപ്പടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് വലിയൊരു പഠന വിഷയമാക്കേണ്ട വിഷയം. ഇത് 5 മിനിറ്റ് കൊണ്ടൊന്നും തീർക്കാൻ എനിക്ക് സമയമില്ല. വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ ഈ വിഷയമെടുത്ത് ഗഹനമായിട്ട് നിങ്ങളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നാം ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോകും. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് പാപത്തിൽ മരിച്ച് നീതി ചെയ്ത് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിലുള്ള പാപങ്ങളെ ചൊന്നുകൊണ്ട് ക്രൂശിന്മേൽ. യേശുക്രിസ്തുവിൻ്റെ അടിപ്പടരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. യേശുക്രിസ്തുവിൻ്റെ അടിപ്പടരാനുള്ള സൗഖ്യം ആർക്ക് കിട്ടും? പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കുന്നവർക്ക്. എല്ലാവർക്കും കിട്ടത്തില്ല. യേശുക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യം എല്ലാവർക്കും കിട്ടത്തില്ല. പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കണം. പാപത്തിൽ മരിച്ച് ദൈവത്തിൻ്റെ നീതി ചെയ്ത് വചനമനുസരിച്ച് ജീവിക്കണം. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവും ഭക്തിക്കും ഉപദേശം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ദൈവം നീതീകരിക്കുന്നു ഫ്രീ ആയിട്ട്. ആ നീതീകരണം പ്രാപിച്ചവൻ ദൈവകൽപ്പന അനുസരിച്ച് നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. അങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. അതാണ് അവർ പഠിപ്പിക്കുന്ന ഉപദേശം. ആ സത്യോപദേശത്തെ, പത്യവചനത്തെ അനേകർ കോട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നാം പാപസംബന്ധമായി മരിച്ച് നീതി ചെയ്ത് ജീവിക്കാനാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മരിച്ചത്. ക്രൂശിൽ മരിച്ചു, ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പടരാൽ നിങ്ങൾക്ക് സൗഖ്യം മതി. യേശുക്രിസ്തുവിന്റെ അടിപ്പടൽ വിശ്വസിക്കുന്നവന് എന്ത് കിട്ടും? സൗഖ്യം കിട്ടും. ആത്മാവിൽ പ്രാർത്ഥിച്ച സൗഖ്യം ഏറ്റെടുക്കാൻ പറ്റും. മരുന്ന് കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളെ കൊണ്ട് ഇന്ന് കാൽപ്പിയക്കോളം നിറഞ്ഞു കിടക്കുക. കാരണം എന്താ? വിശ്വാസമില്ല. കയ്യിലിരിപ്പ് മുഴുവൻ. മോശയുടെ കയ്യിൽ വടി. നിന്റെ കയ്യിലിരിക്കുന്ന എന്തെന്ന് ചോദിച്ചു? വടിയെന്ന് പറഞ്ഞു. തറയിടാൻ പറഞ്ഞു. ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായി? പാമ്പായി മാറി. അപ്പൊ കയ്യിരിപ്പ് പാമ്പിന്റെ പ്രവൃത്തി, പിശാചിന്റെ പ്രവൃത്തി. നിന്റെ കൈ മാറുവിടത്തിൽ വിടാൻ പറഞ്ഞു. ഇട്ടപ്പോ എന്ത് ചെയ്യും? കൈ കുഷ്ഠം പിടിച്ചു മാറി. ഉള്ളിലിരിപ്പ് കുഷ്ഠം, കയ്യിലിരിപ്പ് പാമ്പിന്റെ പരിപാടി. പല വിശ്വാസികളുടെയും പരിപാടിയാണേ ഇത്. ഞാൻ പറയുമ്പോൾ എനിക്ക് എന്നെ പലർക്കും ഇഷ്ടമല്ല. എന്നെ ആരും ഇഷ്ടപ്പെടണ്ട. ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾ അനുസരിച്ചാൽ മതി. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ പറയുന്ന ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യോപദേശം അതനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാനൊരു മനുഷ്യനാ. എന്നെ നോക്കിയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കാനാണ് നമുക്ക് പ്രമാണം. ഹല്ലേലൂയ. മനസ്സിലായോ? അതൊരു വലിയ മർമ്മമാണ് ഞാൻ പറയാൻ പോണോ. ശ്രദ്ധിച്ചു കേട്ടോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആരൊക്കെയുണ്ട്? വിശ്വാസ വീരന്മാരുടെ പട്ടിക. അതിൽ ആരുണ്ട്? ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ പേരെടുത്ത് പറയുന്നവരെയും അല്ലാത്ത ഭക്തന്മാരുടെയും ഒരു വലിയ നിര അവിടെ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. പൂർത്തി വരുത്തുന്ന യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ ഓട്ടം ഓടി തികച്ചു, പൂർത്തി വരുത്തി. ആ അർത്ഥത്തിൽ അത് പഠിക്കുക. ഭയങ്കര പഠനമാണ്. ഹീസ് ഓതർ ആൻഡ് ഫിനിഷർ, ലുക്കിംഗ് ആൻഡ് ടു ജീസസ്, ദ ഓതർ ആൻഡ് ഫിനിഷർ. യേശുവിനെ നോക്കുക. കാര്യം എന്താ? യേശു ഓട്ടം തികച്ചവൻ. ഹാബേൽ ഓട്ടം തികച്ചില്ല, വിശ്രാമ സ്ഥലത്ത് കിടക്കുക. അവസാനത്തെ വ്യക്തിയുടെ പേര് ഹാബേൽ മുതൽ ശമൂവേൽ പ്രവാചകന്മാർ വരെ ഓട്ടം തികച്ചില്ല. അവരെല്ലാം വിശ്രാമ സ്ഥലത്ത് കിടക്കുക. സ്വർഗത്ത് പോയി യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. യേശുക്രിസ്തു മാത്രമേ സ്വർഗത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, മോശയും ഏലിയ അത് ടെമ്പററി ഒരു ഉയർപ്പ് അവർക്ക് കിട്ടിയത്. മഹാവീരന്റെ കാലത്ത് ഒരു ടെമ്പററി ഉയർപ്പ് അവർക്ക് കിട്ടിയത്. സ്തോത്രം, സ്തോത്രം. അവരെ ജീവിപ്പിച്ച് അങ്ങനെ അവർ ലാസ്റ്റ് വരും. അവര് യഥാർത്ഥമായി ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പൗലോസിന്റെ ടീച്ചിങ് ഏതാ? യേശുക്രിസ്തു മാത്രമേ ഉയർത്തെഴുന്നേറ്റു.
യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു, അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ ആത്മാവിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഉണർന്ന് ഒരുങ്ങി പ്രത്യാശയോടെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവരെയും യേശുവിനെ നോക്കുകയും യേശുവിനെ ധ്യാനിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിനെ നോക്കുക, യേശുവിനെ ധ്യാനിക്കുക. നോക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ വെച്ച് നോക്കുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുക, അതാണ് നോക്കുക എന്ന് വിവക്ഷിക്കുന്നത്. യേശുവിനെ നോക്കുക, യേശുവിനെ ധ്യാനിക്കുക. സ്തോത്രം. അപ്പം മറ്റാരെയും നോക്കാൻ നമുക്ക് പ്രമാണമില്ല. എന്നെ നോക്കാൻ നിങ്ങൾക്ക് വ്യവസ്ഥയില്ല, നിങ്ങളെ നോക്കാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഈ ഭൂമിയിൽ ഒരു പാസ്റ്റർമാരെയും ഒരു ശുശ്രൂഷകന്മാരെയും നോക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. കാരണം അവർ മനുഷ്യ ശരീരത്തിൽ കിടക്കുന്നവരാ. അവർക്കൊരു രൂപാന്തര ശരീരം കിട്ടുന്നത് വരെയും അവരെ മാതൃകയാക്കാൻ നമുക്ക് പറ്റത്തില്ല. എപ്പോഴാണ് രൂപാന്തര ശരീരം കിട്ടുന്നത്? പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്ന ഇതൊരു പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ രൂപാന്തര ശരീരം നമുക്കുണ്ടാകും. അതുവരെയും എന്താണ്? സ്തോത്രം. അതുവരെയും നമുക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നതിൻ്റെ സാരാംശം നമ്മൾ മനസ്സിലാക്കുക. യേശു ക്രിസ്തു ഓട്ടം തികച്ചു, അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ നോക്കുക. അബ്രഹാമും ഹാബേൽ മുതൽ ശമൂൽ പ്രവാചകർ ഓട്ടം തികയ്ക്കാതെ വിശ്രാമ സ്ഥലത്തവനാണ്. അവരെ നോക്കാൻ പ്രമാണമില്ല. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ, പലരെയും കൊന്നവനാ. ദാവീദ് കൊലപാതകവും വ്യഭിചാരം ചെയ്തു പോയി പാപം ചെയ്തവനാണ്. അങ്ങനെ പലരും പല പാപങ്ങൾ ചെയ്തവരാണ്. അതുകൊണ്ട് അവരെ ആരെയും നോക്കരുത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ലുക്കിംഗ് ആൻഡ് ടു ജീസസ് ദ ഓതർ ആൻഡ് ഫിനിഷർ. ഓട്ടം തികച്ചവൻ. മറ്റവരാരും ഓട്ടം തികച്ചില്ല. അതുകൊണ്ട് യേശുവിനെ നോക്കാൻ പറയുന്നു. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിലുള്ള പാപങ്ങളെ ചുവന്നുള്ള ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പെടാൻ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിനെ നോക്കി യേശുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ കർത്താവിൽ നമുക്ക് സൗഖ്യം കിട്ടും, സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, പ്രത്യാശ കിട്ടും. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരും കർത്താവിൽ നിന്ന് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, പ്രത്യാശ കിട്ടും. അതെല്ലാം അനുഭവിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ. നിങ്ങൾ തെറ്റിയൊഴിൽ നാടുകളെപ്പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ അധ്യക്ഷനും ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. നമ്മൾ തെറ്റിപ്പോയവരായിരുന്നു. യേശുക്രിസ്തുവിലൂടെ നമുക്ക് മടങ്ങി വരുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇനി സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി എന്തില്ല? യാതൊരു യാഗവുമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചവർ ആ പരിജ്ഞാനത്തിൽ നിലനിന്ന് ജീവിച്ച് വിശുദ്ധിയോടെ നിന്ന് പാപം ചെയ്യാതെ, സ്തോത്രം, 38 വർഷം വധക്കുളക്കരയിൽ കിടന്നവരോട് കർത്താവ് പറഞ്ഞു, ഇനിമേൽ പാപം ചെയ്യരുത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. പാപം ചെയ്ത സ്ത്രീയോട് പറഞ്ഞു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഗലീല പുരുഷന്മാരെ ആകാശത്തേക്ക് നോക്കിക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് യേശു പോയതുപോലെ തിരികെ വരും. കർത്താവിൻ്റെ ഓരോരുകൂടി കാത്തിരിക്കുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തിലായിത്തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.